വളരെയധികം ഔഷധ ഗുണമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. അതുപോലെ ചക്കരയും വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. വളരെ വ്യത്യസ്തവും വളരെ ഉപകാരപ്രദവുമായ നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഇഞ്ചി നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് മുള വരിക അല്ലെങ്കിൽ ചീഞ്ഞു പോകുക അല്ലേ. മഴക്കാലമായ പ്രത്യേകിച്ച് അത് ഒരു കാരണം അതിൽ കൂടുതലും മണ്ണിൻ്റെ അംശം ഉണ്ടാവും, ചെളിയുടെ അംശം ഉണ്ടാവും. അപ്പോൾ ആദ്യം ഞാനിത് ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ട് ഒരു ബ്രഷ് കൊണ്ട് നല്ലതുപോലെ കഴുകി അതിലുള്ള മണ്ണിൻ്റെ അംശം മൊത്തം നീക്കം ചെയ്തതിന് ശേഷം നമ്മളൊരു ടിഷ്യൂവോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ നമ്മൾ ഇതുപോലെ ഒരു തുണി നമ്മളുടെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം കഴുകി തുടച്ച് എടുത്ത് വെക്കാനായിട്ട് വെക്കുക കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ഒരു തുണിയാണ് ഇത്. അപ്പോൾ ഓൾറെഡി ഞാനിത് ചെയ്ത് വെച്ചതാണ്. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ അത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് സൂക്ഷിക്കുമ്പോൾ ഒരു ടിഷ്യൂവോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഇതുപോലെ വെച്ചിട്ട് ഒരു കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ നമ്മൾ ഇഞ്ചി വെച്ച് അതിൻ്റെ മേളിൽ ടിഷ്യൂവോ ന്യൂസ് പേപ്പറോ എന്താണെങ്കിലും നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നിങ്ങൾ പുറത്ത് വെച്ചാലും യാതൊരു കുഴപ്പവും ഇഞ്ചിക്ക് ഉണ്ടാവില്ല. വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും ഇഞ്ചിക്ക് വരികയില്ല. 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇഞ്ചി കൊണ്ടുള്ള നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. ഇഞ്ചി നമ്മൾ കത്തി കൊണ്ട് ചെയ്യുമ്പോൾ പകുതി മുക്കാലും പോകും. ഇതുപോലെ സ്പൂൺ കൊണ്ട് ചെയ്താൽ വളരെ നല്ല രീതിയിൽ തന്നെ കിട്ടും. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി തൊലി ഒരിക്കലും നിങ്ങൾ കളയരുത് കേട്ടോ. നമ്മൾ കഴുകി നല്ല രീതിയിൽ നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി നമ്മൾ തുടച്ചെടുത്ത് വെച്ചേക്കുന്ന ഈ തൊലി അല്ലാതെ നിങ്ങൾ എടുത്ത് ഉപയോഗിക്കരുത്. നമ്മൾ ക്ലീൻ ചെയ്ത ഇഞ്ചി തൊലി ഇതുപോലെ ഒരു ചൂടായ പാനിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഒരൊറ്റ വെയിൽ കൊണ്ടാൽ മതി. ഇതിപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാനിലിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു തൊലി നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതൊന്ന് ചതച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് നമുക്ക് ചതച്ചെടുത്ത് വെക്കാവുന്നതാണ്. ഇല്ല നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒറ്റ വെയിൽ കൊണ്ടാൽ മതി, അല്ലെങ്കിൽ പാനിൽ ഒരു 2 മിനിറ്റ് വെച്ചാലും മതി കേട്ടോ. തൊലിയല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചായയിൽ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ തൊലി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇഞ്ചി ചീകി എടുത്ത് ചതച്ചൊന്നും ഇടേണ്ട കാര്യമില്ല. ആ ഇഞ്ചിയുടെ ടേസ്റ്റും ഗുണവും ഈ ഒരു ചായക്ക് കിട്ടുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ കട്ടൻ ചായക്ക് ഇടുമ്പോൾ നമുക്കൊരു ഇഞ്ചിയുടെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ വളരെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ. ഹെൽത്തിനും നല്ലതാണ്, അതുപോലെ തന്നെ ടേസ്റ്റിനും നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം. വെറുതെ ഇഞ്ചിത്തോലി കളയേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് ഞാൻ ഇഞ്ചി ചീകി എടുത്തത് നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് പറ്റില്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്താലും മതി കേട്ടോ. നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇതുപോലെ ഇടുമ്പോൾ വളരെ ഒരു ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അടുത്തത് ഒരു ഉണ്ട ഞാൻ ശർക്കര അല്ല കേട്ടോ, ചക്കര ഞാൻ ഇതുപോലെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സായി ഒന്നിങ്ങനെ വറ്റി വരുമ്പോൾ ഭയങ്കര ഹാർഡാകരുത്. വളരെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്ക് ചൂയായിട്ടൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് തൊണ്ടവേദന, തൊണ്ടക്ക് അസ്വസ്ഥതയൊക്കെ ഉള്ളപ്പോൾ ഇത് വളരെ നല്ലതാണ്. അതുപോലെ ഇതിൽ ഒരു 3-4 നമ്മളുടെ കുരുമുളകും തുളസി ഒരു 5-6 എണ്ണവും ചതച്ച് അതിൻ്റെ നീരും ഇട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. പക്ഷേ ഇവിടെ അതൊന്നും ആ ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ വെള്ളത്തിൻ്റെ അംശം പോയതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ നമുക്ക് പുറത്താണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും സൂക്ഷിക്കാം. നമ്മൾ പാൽ ചായയൊക്കെ കുടിക്കുമ്പം കുറച്ചൊരു നുള്ള് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാര, ചക്കരയുടെ ഒരു ടേസ്റ്റും ഇഞ്ചിയുടെ ഒരു ടേസ്റ്റും, അതുപോലെ നമുക്ക് തൊണ്ടവേദന, തൊണ്ടക്ക് കിരികിരിപ്പ്, അതുപോലെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവില്ല. അതിനൊക്കെ ഇഞ്ചി വളരെ നല്ലതാണ്. പ്രതിരോധ ശേഷി കൂട്ടുവാനും വളരെ വളരെ നല്ലതായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും നമ്മളുടെ തുളസിയുടെ നീരും ചേർക്കാവുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ഇതുപോലൊരു ചായ 1/2 ഗ്ലാസ് നമ്മൾ എന്നും കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ.
അടുത്തതായിട്ട് നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടതിന് ശേഷം അരച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന, ചിലവർക്ക് ഉഴുന്ന് ഭയങ്കര ഗ്യാസായിരിക്കും, നെഞ്ചരി, നമ്മളിപ്പോൾ നെയ് റോസ്റ്റൊക്കെ കഴിച്ചാൽ നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിലവർക്ക് ഉണ്ടാകാറുണ്ട്. ഇല്ലെങ്കിലും നമ്മൾ ഇത് ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷിക്കും നമ്മളുടെ ഇമ്മ്യൂണി സിസ്റ്റത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു ഇഞ്ചി. അതുപോലെ മുടി കൊഴിച്ചിൽ പല കാര്യങ്ങൾക്കും. അപ്പോൾ നമ്മളുടെ ഭക്ഷണത്തിൽ കൂടുതൽ ഇഞ്ചി ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും ആയി വരുവാനായിട്ട് ഈ ഇഞ്ചി ചേർക്കുന്നത് കൊണ്ട് ഗുണമുണ്ട് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയായി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ദോശയും. അടുത്തതായിട്ട് ഞാൻ മിക്സിയിലേക്ക് കുറച്ച് ഇഞ്ചി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അത്രയും ഇഞ്ചി എടുക്കാവുന്നതാണ് കേട്ടോ. ഇഞ്ചിക്ക് വില കുറവുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അരച്ച് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അരിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കണം. അതിലേക്ക് ഒരു നുള്ള് നമ്മളുടെ പേസ്റ്റാണ് ചേർക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ എത്രത്തോളം ഞാൻ ആ പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഏത് പേസ്റ്റ് ആണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. ഇത് നമ്മൾ വെച്ച് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ല അപ്പം ചെയ്ത് നമ്മൾ ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾ വിനാഗിരി ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നമ്മളുടെ വിനാഗിരി കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്ക് ഒരാഴ്ച 1.5 ആഴ്ചത്തേക്കുള്ള ഒരു ലിക്വിഡ് ഉണ്ട് കേട്ടോ. നമുക്ക് അത്രയും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു മിശ്രിതം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രാണികളെ ശല്യം, അതുപോലെ ക്ലീനായി കിട്ടാനും മെഴുക്ക് പോകുവാനൊക്കെ വളരെ നല്ലതാണ്. നമ്മളുടെ സിങ്ക് കഴുകുമ്പോഴും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നോക്കട്ടെ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ള, യാതൊരു കെമിക്കലും ഇല്ലാത്ത, നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. നിങ്ങൾ അപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ 2 ദിവസം 3 ദിവസം ഈ ഒരു മിശ്രിതം കേടാകാതെ ഇരിക്കും. അത് കഴിഞ്ഞ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് കൂടി വരും. അതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ അത് ബാലൻസ് ചെയ്ത് നിൽക്കും. അതുപോലെ തന്നെ സിങ്ക് കഴുകുക, മീൻ മുറിച്ച് കഴിഞ്ഞാലുള്ള ഉളുമ്പ് മണം പോകുവാനും ഒരു ബാഡ് സ്മെല്ല് പോകുവാനൊക്കെ ഇത് സഹായിക്കും. രാത്രി കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഓവിയിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും വരുന്ന പ്രാണികൾ, പുഴുക്കളൊന്നും വരാതിരിക്കാനും സഹായിക്കുന്നതാണ്. നമ്മളുടെ വാഷ് ബേസിൻ്റെ ആകട്ടെ എവിടെയാണെങ്കിലും നിങ്ങൾ ചെയ്യുക. അതുപോലെ ഇതുപോലെ നമ്മളുടെ സ്റ്റീലിൻ്റെ നമ്മളുടെ പൈപ്പുകളൊക്കെ അല്ലേ വെട്ടി തിളങ്ങാനായിട്ട് ഈ ഒരു മിശ്രിതം സഹായിക്കുന്നതാണ്. കുറേ ഒന്നും ഉരയ്ക്കേ പിടിക്കോ ഒന്നും വേണ്ട. നമ്മൾ ഇത് ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ട് നിങ്ങളൊന്ന് തുടച്ചെടുത്താൽ മതി. നമ്മളുടെ ബാത്റൂമിലുള്ള ടാപ്പുകളും അതുപോലെ ഉപ്പിൻ്റെ കറകളും അതുപോലെ ബോർവെല്ലിൽ ഉപയോഗിക്കുന്നവർക്കുണ്ടാവുന്ന കറകളൊക്കെ പോകാനും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് യാതൊരു കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ സൊല്യൂഷനാണ്. അടുത്തായിട്ട് നമുക്ക് വീട് തുടയ്ക്കുന്നതിനും ഇത് എടുക്കുമ്പോൾ നിങ്ങളൊന്ന് നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്ത് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ എന്തിനുപയോഗിക്കാവുള്ളൂ, ഫ്ലോറൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആകുകയും ചെയ്യും. പ്രാണി, ഉറുമ്പ്, പാറ്റ, പല്ലി ഇവയുടെ ശല്യം ഇല്ലാതിരിക്കുകയും ചെയ്യും. നല്ല ക്ലീൻ ആവും. നമ്മൾ വാങ്ങുന്ന കെമിക്കലിനേക്കാളും മോർ ദാൻ ബെറ്ററാണ് ഈ ഒരു സൊല്യൂഷൻ. അതുപോലെ നമ്മളുടെ മിറർ, മുഖം നോക്കുന്ന കണ്ണാടികളൊക്കെ നമുക്ക് ഇതുകൊണ്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ വിടവുകളുള്ള സൈഡിൽ ഈ ഒരു മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ പല്ലി അവിടെ വന്നിരിക്കുക, പാറ്റ വരിക, നമ്മൾ 8 കാലി കൂടുകൂട്ടുക ഇതൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു എഫക്റ്റും കൊണ്ട് അവ വരികയില്ല. അതുപോലെ രാത്രി നമുക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മീൻ പൊരിച്ചൊക്കെ കഴിയുമ്പോൾ വളരെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവില്ല. അതില്ലാതിരിക്കാൻ ഇതുപോലെ ഒന്ന് തുടച്ച് എടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ ഡൈനിങ് ടേബിള് എല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. നമുക്ക് വേറെ ഒരു ഫ്രഷ്നറോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനറോ ഒന്നും നമ്മൾ വാങ്ങേണ്ട. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ തുടച്ച് കഴിയുമ്പോൾ നമ്മളുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റിവിറ്റി, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു ചക്കര നമ്മൾ ശർക്കര കിട്ടുമെങ്കിൽ ശർക്കര എടുത്തോളൂ. പക്ഷേ ചക്കരയാണ് ഇത്തിരി കൂടി നല്ലത് കേട്ടോ.
ചക്കര ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളുടെ മെൽറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിശ്രിതം ചേർക്കുന്നുണ്ട്. ഇരട്ടി ചേർക്കുക. അതിൻ്റെ 4 ഇരട്ടി നമ്മൾ വെള്ളം ചേർക്കണം. 4 ഇരട്ടി വെള്ളം ചേർക്കണം കേട്ടോ. ഈ ഒരളവ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളുടെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതി. നിങ്ങൾ ഇതുപോലെ ഓവുകളിൽ നമ്മളുടെ വാഷ് ബേസിൻ്റെയും അതുപോലെ സിങ്കിൻ്റെയും ബാത്റൂമിൻ്റെ ഒക്കെ ഓവുകളിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കുണ്ടാവുന്ന ബാഡ് സ്മെല്ല് തീരെ ഉണ്ടാവില്ല. അതുപോലെ നമ്മളുടെ ടാങ്കുകൾ നിറയുക എന്നുള്ള പ്രശ്നമില്ല. അത് ഉണ്ടാകുകയില്ല കേട്ടോ. അത് വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മളുടെ സെപ്റ്റിക് ടാങ്കൊക്കെ മഴക്കാലത്ത് നിറയുവാനും അതുപോലെ ബാഡ് സ്മെല്ല് വരാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ടിഷ്യൂ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിശ്രിതം ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ച് രാത്രി ഇടുമ്പോൾ ഒഴിച്ച് വെക്കുക. എന്നിട്ട് രാവിലെ ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വളരെ എഫക്റ്റീവാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഇതുപോലെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിൽ 4 ഓട്ട ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു റബ്ബർ ബാൻഡും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഈ ഒരു മിശ്രിതം, അളവ് തെറ്റരുത്, 1 ടേബിൾ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിശ്രിതം. ആദ്യം ചക്കര 1 ടേബിൾ സ്പൂൺ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതിൽ ഈ ഒരു കുപ്പിയിൽ നിറച്ച് വെള്ളം എടുക്കുക. നിറച്ച് ആ ഓട്ടയുടെ താഴെയായിട്ട് വെള്ളം എടുക്കുക കേട്ടോ. കൂടുതൽ ചക്കരയൊന്നും ആകാൻ പാടില്ല. വളരെ കുറച്ച് മാത്രമേ ആകാവുള്ളൂ. നമ്മളുടെ മിശ്രിതവും 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഇടരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് മൂടി ഈ ഇതുപോലെ ഫ്ലഷ് ടാങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. വളരെ എഫക്റ്റീവാണ്. യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. നല്ല പുത്തനായിട്ട് ക്ലോസറ്റ് ഇരിക്കുകയും ചെയ്യും. ക്ലോസറ്റ് നിറയും എന്നുള്ള പേടിയേ വേണ്ട. ഓരോ ഫ്ലഷിനും നല്ല ഫ്രഷ് മണമായിരിക്കും കേട്ടോ. നല്ല ഒരു ഉപകാരപ്രദമായ വീഡിയോ എന്ന് തോന്നുന്നത് ലൈക്ക് ഇടുക, കമൻറ്റ് ചെയ്യുക, ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.